അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനേ ജയിക്കുക. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം അങ്ങയാൽ ഞങ്ങളും ഞങ്ങളാൽ അങ്ങും ജയിക്കുമാറാകട്ടെ. പ്രിയരെ, വെളിയിൽ കാണപ്പെടുന്നതായ ആകാശത്തിന് ഇളവില്ല. ഇതുപോലെ അളവില്ലാത്തതായ ഒരാകാശം എന്റെ ഉള്ളിലുണ്ട്. പുറമേയുള്ള വായുമണ്ഡലം പോലെ മറ്റൊരു വായുമണ്ഡലവും എന്നിലിരിക്കുന്നുണ്ട്. ഏതൊന്നിനെയും ദഹിപ്പിക്കുവാൻ ശക്തിയുള്ള അഗ്നിയും ജീവജാലങ്ങളുടെയെല്ലാം പോഷണത്തിനാവശ്യമായിരിക്കുന്ന ജലവും അന്നമയമായിരിക്കുന്ന ഭൂമിയും പുറമേ എന്ന പോലെ ഓരോരോ വിധത്തിൽ എന്റെ അകത്തുമുണ്ട്. ഇങ്ങനെ പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മങ്ങളായ തന്മാത്രകൾ കൊണ്ട് ഞാനും സൃഷ്ടമായിരിക്കുന്നു. അതിനാൽ ഞാനും ഈ പ്രപഞ്ചവും രണ്ടല്ലാത്ത വിധം ഒന്നായിരിക്കുന്നു. ദൈവമേ, നാഥനും പ്രാണനുമായി ഈ പ്രപഞ്ചത്തെ പരിരക്ഷിക്കുന്നവനും സർവ്വലാരും കീർത്തിക്കപ്പെടുന്നവനുമായിരിക്കുന്ന നിന്റെ മഹത്വമാണ് എന്റെ ഹൃദയാകാശത്തിലും ബാഹ്യാകാശത്തിലും ഒരുപോലെ തിങ്ങിവിങ്ങുന്നത്. സർവവ്യാപിയും സർവാത്മനും ഷഡ്ഗുണ സമ്പൂർണനുമായ ഭഗവാനെ, ഞങ്ങളുടെ ഹൃദയാർച്ചനകൾ കൊണ്ട് അവിടുത്തെ തൃപ്പാദങ്ങൾ പൂജിതമാകട്ടെ. ആ പരമപദമാണ് ഞങ്ങൾക്ക് ഏക ആശ്രയമായിട്ടുള്ളത്. ഞങ്ങളിലുള്ള അജ്ഞാനത്തെ ഇരിച്ചുകളഞ്ഞ് ഐശ്വര്യവും യശസ്സും വീര്യവും ജ്ഞാനവും സമ്പത്തും നിസ്സംഗത്വവും നൽകി എല്ലായ്പ്പോഴും കാത്തുരക്ഷിക്കുന്ന ദൈവമേ, അങ്ങയാൽ ഞങ്ങൾ ജയിക്കുമാറാകട്ടെ. സർവചരാചരങ്ങളെയും ജയിപ്പിക്കുവാനായി നിലകൊള്ളുന്ന ഭഗവാനെ, ഞങ്ങളാൽ അങ്ങും ജയിക്കുമാറാകട്ടെ. അകവും പുറവും ഇടതിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അവിടുത്തെ സ്വരൂപം. അത്ര മഹത്തായ അങ്ങയുടെ വാസസ്ഥലത്തെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നു. അങ്ങ് സർവശക്തനാണ്. അങ്ങ് സർവദാ വിജയിച്ചരുളുമാറാകട്ടെ. സ്നേഹപൂർവം, രഞ്ജൻ, കയനാടത്ത്.